ഹായ് ഫ്രണ്ട്സ്, മൈ മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ചെറിയ പർച്ചേസിങ്ങിനായി പോവുകയാണ്. നാളെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവനൊരു ഡ്രസ്സും ഒരു കേക്കും ഒക്കെ വാങ്ങിക്കണം. അതിനായിട്ട് നമ്മൾ ഹരിപ്പാടോട്ട് ഇറങ്ങിയതാണ്. ബർത്ത്ഡേക്ക് അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. നമ്മൾ ചെറിയൊരു കേക്ക് മുറിക്കും, അവനൊരു പുതിയ ഡ്രസ്സ് എടുക്കും, അതൊക്കെ ഉള്ളൂ. അത് അവന് സന്തോഷം, നമുക്കും അതൊക്കെയാണ് ഒരു സന്തോഷം. നമ്മളിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വന്നേക്കുന്ന ഹരിപ്പാട് മാധവ ജംഗ്ഷനിലുള്ള ബേബി ഷോപ്പ് ലോട്ടസിലാണ്. അവിടെ ലോട്ടസിൽ ബേബി ഷോപ്പും ബേബീസിന് പറ്റിയ ഡ്രസ്സ്, അക്സസറീസ്, അങ്ങനെ ബേബീസ് ന്യൂ ബോൺ തൊട്ട് ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ബോയ്സിനായാലും ഗേൾസിനായാലും പറ്റിയ എല്ലാവിധ സാധനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഷോപ്പാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ ടോയ്സ് ഒക്കെ ഉണ്ട്, കുട്ടികൾക്കുള്ള എല്ലാവിധ ടോയ്സുകളും ഉണ്ട്. പിന്നെ ഇവിടുന്ന് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ, ഞാൻ ഡ്രസ്സ് എടുക്കാനുള്ള പേഴ്സണലായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എന്തുവാ, ഇവിടുന്ന് എടുക്കുന്ന ഡ്രസ്സിനെല്ലാം ബെസ്റ്റ് ക്വാളിറ്റിയാണ്. പിള്ളേർക്ക് ഉപയോഗിക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. മൂത്തവള് കുഞ്ഞാറ്റയ്ക്കാണേലും ഞാൻ ഇവിടെ നിന്നാണ് ഫ്രോക്ക് ഫസ്റ്റ് ബർത്ത്ഡേക്കും സെക്കൻഡ് ബർത്ത്ഡേക്കും ഒക്കെ എടുത്തത്. ആ ഫ്രോക്കുകളെല്ലാം നമുക്ക് ഒട്ടും ഫെയ്ഡായി പോകത്തില്ല, ഉപയോഗിച്ചാലും വീണ്ടും വീണ്ടും പുതിയതുപോലെ തന്നെ ഇരിക്കും. അതുമല്ല, കുഞ്ഞുങ്ങൾക്ക് ഇടാനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. മോനിപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു നിക്കറും ഒരു ടീഷർട്ടും ആണ്. അപ്പം നിക്കറും ടീഷർട്ടും എടുക്കാനെന്ന് കൂടുതൽ കാരണം ഷർട്ട് എടുക്കാതെ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനും എടുക്കാനും ഒക്കെ കംഫർട്ടബിൾ ടീഷർട്ടാണല്ലോ ആൺപിള്ളേർക്ക്. അതുകൊണ്ട് നിക്കറും ഒരു ഉടുപ്പുമാണ് എടുക്കുന്നത്. അവൻ എടുത്തിട്ട് നമ്മളവിടെ ഇങ്ങനെ കുഞ്ഞാറ്റിക്ക് പറ്റിയ കുറേ ഡ്രസ്സുകൾ നോക്കി. എല്ലാ ഡ്രസ്സുകളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ചേട്ടനും ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കുഞ്ഞി പിള്ളേരുടെ കുഞ്ഞി ഉടുപ്പുകളൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകളാണ് അവിടെ അധികവും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ ബർത്ത്ഡേക്കൊക്കെ ഇടാൻ പറ്റിയ ഫ്രോക്കുകളില്ലേ, പെൺകുട്ടികളുടെയൊക്കെ, അതൊക്കെ അതിമനോഹരമായിട്ടുള്ള ഫ്രോക്കുകളാണ്. അതുകൂട്ട് തന്നെ നമ്മൾ സാധാരണ നെറ്റിൻ്റെ ഫ്രോക്കുകൾ കടയിൽ നിന്ന് എടുക്കുന്നത് കൂട്ടല്ല, ഈ ഡ്രസ്സൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഈ ഫ്രോക്കൊക്കെ. കൊച്ചു കുഞ്ഞുങ്ങൾക്കാണ് അത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ദേഹത്ത് നല്ലൊരു കംഫർട്ടബിൾ തോന്നും. ഞാനിതെൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറയുകയാണ്. എനിക്ക് ഈ ഷോപ്പ് വളരെയധികം പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ കുട്ടികൾക്ക് പറ്റിയ ഈ ഡ്രസ്സിന് ചേരുന്ന റായകൾ, അല്ലാതെ തലയിൽ കുത്തുന്ന സ്ലൈഡുകൾ, അതെല്ലാം ഉണ്ട്. അതൊക്കെ നല്ല ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്, വിലയ്ക്കനുസരിച്ച് തന്നെ ഒരുപാട് വിലയൊന്നുമില്ല ഇവിടുത്തെ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് ഇതിനകത്ത് ഉള്ള ഡ്രസ്സുകൾക്കെല്ലാം. ആ ഡ്രസ്സുകളാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇവിടെ ഉള്ളത്. നമുക്കിപ്പോൾ ഈ ജനിച്ചു വരുന്ന കുഞ്ഞി പിള്ളേരുടെ ഡ്രസ്സുകളാണെങ്കിലും നമ്മൾ ഏറ്റവും നല്ലത് ക്വാളിറ്റി അല്ലേ നോക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ്. കൂടാതെ തന്നെ ബേബീസിനെ ക്യാരി ചെയ്യുന്ന സാധനങ്ങൾ, പിന്നെ ബാഗ്, തൊട്ടിലുകൾ, പിന്നെ കുഞ്ഞു ബേബീസിന് പറ്റിയ ചെരുപ്പുകൾ, പിന്നെ എന്നാ പറയുന്നത്, കുറേ ലോഷൻസ്, മോയ്സ്ചറൈസറുകൾ, കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. സോപ്പ്, തൊപ്പി, അങ്ങനെ ഈവൻ ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ച് വന്നിട്ട് അതൊരു 10 വയസ്സാകുമ്പോൾ വരെ അതിന് അത്യാവശ്യം ഉപയോഗിക്കാൻ വേണ്ട എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഷോപ്പാണ്. മോന് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ ഫ്രോക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കുഞ്ഞാറ്റയ്ക്കും കൂടെ ഒരു ഫ്രോക്ക് എടുത്തു. അതാണ് ഈ കാണുന്നത്. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ കൂടുതലായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റും ഡ്രസ്സും ഒക്കെ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ പല ഷോപ്പുകളും കയറി ഇറങ്ങി നോക്കാറുണ്ട്. ഞാൻ അങ്ങനെ പല ഷോപ്പുകളിലും പോയിട്ടുണ്ട്. അങ്ങനെ അവസാനം ഞാൻ ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പേഴ്സണലി ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളും ടോയ്സും കൊച്ചു കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കൊക്കെ ഇത് പ്രയോജനപ്പെടുമെന്ന് കരുതിയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. പിന്നെ ലോട്ടസ് ബേബി ഷോപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാരണം, ഇപ്പോൾ ഒരു വീട്ടിൽ 2 പെൺപിള്ളേർ അല്ല 2 ആൺപിള്ളേരുണ്ട്. അവർക്ക് ഒരുപോലുള്ള ഡ്രസ്സ് നമുക്ക് എടുക്കണമെങ്കിൽ ഇവിടെ തന്നെ മസ്റ്റായിട്ട് പോകണം. പല അളവിലുള്ള സെയിം ഡ്രസ്സുകൾ ഇവിടെ ഒത്തിരി അധികം കിട്ടുക. അത് കഴിഞ്ഞ് നമ്മളിത് കേക്ക് ലഞ്ചിലോട്ട് പോയി കുഞ്ഞിന് കേക്ക് ഓർഡർ ചെയ്യാനായിട്ട്. അവിടെ ചെന്ന് നമ്മൾ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കേക്കിനൊക്കെ ബെസ്റ്റ്
ബെസ്റ്റ് കേക്ക് കിട്ടുന്ന ഒരു ഷോപ്പാണ് കേക്ക് ലോഞ്ച്. അവിടെ ചെന്ന് നമ്മളിങ്ങനെ ഏത് കേക്ക് എടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഗൈസ്. ചേട്ടന് വൈറ്റ് ഫോറസ്റ്റ് എടുക്കണം, എനിക്ക് വാനില എടുക്കണം, അങ്ങനെ ഒരു കൺഫ്യൂഷൻ. അവസാനം നമ്മൾ വാനില ഡിലൈറ്റ് എന്നുള്ള കേക്കിന് ഓർഡർ കൊടുത്തു. പിന്നെ മോൻ്റെ 8ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനായിട്ടാണ് നമ്മളങ്ങനെ ഒരുപാട് ആഘോഷമായിട്ടൊന്നുമില്ല. ഒരു കൊച്ചു കേക്ക് മുറിക്കും, അമ്പലത്തിൽ പോകും, അത്രയൊക്കെ ഉള്ളൂ. നമ്മളങ്ങനെ കേക്കിൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. നല്ല ഭംഗിയുണ്ട് കേക്കുകളൊക്കെ കാണാൻ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും ബർത്ത്ഡേക്കൊക്കെ കേക്ക് ഇവിടെ നിന്നാണ് കൂടുതലായിട്ടും ഓർഡർ ചെയ്യാറുള്ളത്. നമ്മളിപ്പോൾ ഇന്ന് ഓർഡർ കൊടുത്ത് നാളെ വന്നാണ് വാങ്ങിക്കുന്നത്. പിന്നെ എന്നിട്ട് നമ്മൾ കേക്ക് കുഞ്ഞിൻ്റെ പേര് എഴുതാനുള്ളതും അവൻ്റെ എത്രാമത്തെ ബർത്ത്ഡേ ആണെന്നും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ട് നാളെ നമ്മളൊരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കേക്കിനെത്താം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ കുറച്ച് നേരം നിന്നു. ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. പിന്നെ ഇവിടെ ആണെങ്കിലും മറ്റേ ലോട്ടസ് ഷോപ്പിലാണെങ്കിലും സ്റ്റാഫൊക്കെ നല്ല രീതിയിലുള്ള സഹകരണമായിരുന്നു. നമ്മൾ ചെന്ന ഉടനെ അവർ വലിയ കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും എടുക്കുകയും എല്ലാം ചെയ്തു. 2 ഇടത്താണേലും അതെനിക്ക് എടുത്തു പറയണമെന്ന് തോന്നിയ ഒരു കാര്യമാണ്. 2 ഷോപ്പിലെ സ്റ്റാഫ്സിൻ്റെ കാര്യം വളരെ നല്ല രീതിയിലുള്ള സഹകരണമായിരുന്നു. ലോട്ടസിലാണെങ്കിലും കേക്കിലും. ലോട്ടസിൽ ചെന്നതിന് ശേഷം ഞാൻ അവിടുത്തെ വീഡിയോസ് എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ചു. എടുത്തോളൂ, അതിനെന്താ, എടുക്കുന്നതിന് അവിടെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. നമുക്ക് വീഡിയോസൊക്കെ എടുക്കുന്നതിന് അവർ നല്ല രീതിയിൽ സഹകരിച്ചു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി കുറച്ച് വഴിയായപ്പോഴത്തേക്കും പണി പാളി ഗൈസ്. മഴ പെയ്ത് നമ്മളങ്ങനെ സൈഡിലുള്ള ഒരു കടയിൽ കയറി നിൽക്കുകയായിരുന്നു. നിന്നിട്ട് മഴ തോർന്നപ്പോൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ റോഡ് സൈഡിൽ ഒരു വീടിൻ്റെ വാതൊക്കെ കണ്ടത് നല്ല 2 ബട്ടർഫ്ലൈ ഒക്കെ കത്തി നിൽക്കുന്നു. കല്യാണം ഏതാണ്ടാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാനായിട്ട് ഒരു തട്ടുകടയിൽ കയറി. അവിടെ നിന്ന് നല്ല ചൂട് മുളക് ബജ്ജിയും തക്കാളി ചമ്മന്തിയും ചായയും ഒക്കെ കഴിച്ചു നമ്മൾ. ഞാൻ മുളക് ബജ്ജിയാണ് മേടിച്ചത്, ചേട്ടൻ മുട്ട ബജ്ജിയായിരുന്നു മേടിച്ചത്. അവയൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ നിന്നപ്പോൾ രണ്ടാമത് വീണ്ടും അവിടെ മഴ പെയ്തു. അവിടെ പിന്നെയും കുറച്ച് നേരം അവിടെ മാറി നിന്ന് നമ്മൾ മഴ തോരാനായിട്ട് കാത്തു നിന്നിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങിയത്. കുറച്ച് സമയം പെയ്തുള്ളൂ. നമ്മളവിടെ നിന്ന് കുറച്ച് നേരമായപ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് തോർന്നു. നമ്മളെന്നാൽ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി കുഞ്ഞിൻ്റെ ബർത്ത്ഡേയും കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.